പ്രശാന്ത്, ഈ രാജ്യം അതീവ സുരക്ഷയിൽ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുമ്പോഴാണ് ഒരു കൊടും ഭീകരൻ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. അത് നമ്മളെ മുഴുവൻ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം തന്നെയല്ലേ അത്? കൊടും ഭീകരനെ കൊണ്ടുവരിക സാറേ, നമ്മൾ കൊണ്ടുവരികയാണ്. എന്തായാലും കൊണ്ടുവരികയാണെങ്കിലും പണ്ടത്തെ അവസ്ഥ അനുസരിച്ച് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. കൊടും ഭീകരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ ഇപ്പോഴും ഇന്ത്യക്ക് മോശമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇവിടുത്തെ ബോംബെ സ്ഫോടനം. അത് ഇന്ത്യക്ക് ഇപ്പോഴും നാണക്കേടായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു നവംബറിലായിരുന്നു, 2008 നവംബറിൽ അല്ലേ, 26. അപ്പം 166 പേര് മരണമടഞ്ഞു, വിദേശികൾ ഉൾപ്പെടെ 20 വിദേശികൾ. നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ള 20 പേര് ഇന്ത്യയിൽ വന്നിട്ട് അവർ മരണമടയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ സുരക്ഷിതത്വമില്ലായ്മ, ഇത്രയ്ക്ക് മോശമായുള്ള രാജ്യം ഈ രീതിയിൽ ലോകം മൊത്തവും ചിത്രീകരിക്കുന്നതിന് പ്രാപ്തമായിട്ടുള്ളൊരു സ്ഫോടനം, വളരെ വലിയൊരു സ്ഫോടനം. ഇത് വളരെ ആസൂത്രിതമായിട്ട് നടന്ന പാകിസ്ഥാൻ ബേസ്ഡ് സ്ഫോടനമായിരുന്നു. ഇതിനുശേഷം ഈ സ്ഫോടനത്തിൽ പങ്കെടുത്തിട്ടുള്ള പലരും അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലരും 2014 നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം ഈ അടുത്ത കാലത്തായിട്ട് അജ്ഞാതൻ്റെ വിളയാട്ടത്തിൽ പാകിസ്ഥാനിൽ പലയിടത്തായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് സ്ഫോടനം നടത്തി വളരെ കൃത്യമായിട്ട് ഈ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യത്ത് സുരക്ഷിതമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാം പല ഘട്ടങ്ങളിൽ വിഷം ചെന്ന് മരിച്ചു, നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പം മരിച്ചു, പള്ളിയിൽ വെച്ച് മരിച്ചു, അല്ലെങ്കിൽ പല രീതിയിലും മരിക്കുന്ന ആരാന്നറിയത്തില്ല, നമുക്കിത് അറിയത്തില്ല. നമ്മൾക്ക് ശത്രുവായിട്ടുള്ള ആൾ അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിക്കുന്നുണ്ട്. നമുക്ക് പങ്കുണ്ടെന്നൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പങ്കിൽ ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കുണ്ടെന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല, നമുക്കും അറിയത്തില്ല. ഏതായാലും അജ്ഞാതൻ ഈ തിരഞ്ഞു പിടിച്ച് ഇന്ത്യയിൽ സ്ഫോടനം നടത്തുന്നവനെ, ഇന്ത്യക്കെതിരെ നിൽക്കുന്നവനെ, ഇന്ത്യക്ക് വേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെയൊക്കെ കുറേ കാലമായിട്ട് ഈ അജ്ഞാതന്മാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയാണോ ഇതിൻ്റെ പുറകിലെന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് സംശയം വരുന്നത്. ഇതിനകത്ത് ഇന്ത്യയുടെ അജ്ഞാതന് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് ജയിലറുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു കൊടും ഭീകരനാണ് ഈ പറയുന്ന റാണ. ഈ റാണ എന്ന് പറയുന്ന ആളിന് 2014 ശേഷം അതുവരെ ഇന്ത്യ ഗവൺമെൻറ് ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിയെ നമ്മുടെ ഇന്ത്യയിൽ വിചാരണ നടത്തുന്നതിനോ ഒന്നും അത്ര താല്പര്യമൊന്നും എടുത്തിട്ടില്ല. ഇയാൾ അമേരിക്കൻ ജയിലുകളിൽ ഈ കൊടും ഭീകരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ പല രാജ്യങ്ങളിൽ സ്ഫോടനം നടത്തുകയും അല്ലെങ്കിൽ തീവ്രവാദപ്രവർത്തനം നടത്തുകയൊക്കെ പേരിൽ അദ്ദേഹത്തിന് വേറെ പല രീതിയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടത്തിയ ഈ സ്ഫോടനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അമേരിക്കൻ ജയിലിൽ കഴിയുന്നത്. ഇയാൾ കനേഡിയൻ പൗരനാണ്, പാക് വംശജകനാണ്. ഒരു ഘട്ടത്തിൽ ഇയാൾ പാക് സേനയിൽ ഡോക്ടറായിട്ട് കണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ ആയിരുന്നു, അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. ജയിലിൽ നിന്ന് അയാളെ ഈ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഇന്ത്യ ഗവൺമെൻറ് സാന്നിധ്യത്തിൽ ഇവിടുത്തെ കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷ കൊടുക്കണമെന്നുള്ള രീതിയിൽ ഇന്ത്യ ആവശ്യപ്പെടുകയും അമേരിക്ക അത് നിരസിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന റാണ എന്ന് പറയുന്ന ആൾ അത്തരത്തിലൊരു ആവശ്യം അല്ലെങ്കിൽ ഈ ഉഭയകക്ഷി ബന്ധം വെച്ചിട്ട് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം വെച്ചിട്ട് അമേരിക്ക കൈമാറുന്ന ഒരവസ്ഥ വന്നപ്പോൾ ജനാധിപത്യ രാജ്യത്തിൽ അയാൾക്കുള്ള അവകാശം വെച്ച് അയാളുടെ കേസ് കൊടുത്തു. താഴെ കോടതിയിൽ തൊട്ട് മേപ്പോട്ട് കേസുകൾ പറഞ്ഞു പോകുമ്പോൾ പല കോടതിയിലും ഇത് ഇന്ത്യക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ വിധിക്കുകയാണ്. അതായത് ഈ റാണയുടെ ആവശ്യം തള്ളിക്കൊണ്ടു പോകുന്നൊരവസ്ഥ ഏറ്റവും അവസാനം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇയാളുടെ അപ്പീൽ തല്ലി അല്ലെങ്കിൽ ഇയാളുടെ ആവശ്യം നിരസിച്ചുകൊണ്ട് ഇയാളെ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവശ്യം ശരിയാണെന്ന് കണ്ട് ഇന്ത്യ പറയുന്നത് പോലെ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള മന്ദിരം ആക്രമിക്കുന്നതിന് ഗൂഢാലോചന നടത്തി അത് നടപ്പാക്കിയ ഒരു പ്രതിയായതുകൊണ്ട് അയാളെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അമേരിക്ക തയ്യാറാവണമെന്ന് പറഞ്ഞ് വിധി വന്നിട്ടുണ്ട്. ഈ വിധിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വിധി എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ ഏറിയതിൻ്റെ പിറ്റേന്നാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിനകത്ത് സുപ്രീം കോടതിയും ട്രംപുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ളതല്ല, എല്ലാം കൂടെ ഒത്തുവരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതായത് ഇത്തരത്തിലൊരു കൊടും ഭീകരനെ ഇന്ത്യയിൽ വിചാരണയ്ക്ക് വിടുന്നതിന് വേണ്ടി ഇവിടെ മറ്റ് പല അല്ലെങ്കിൽ 75ാം സ്വാതന്ത്ര്യ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ ഇത്രയും കാലത്തിനകത്ത് അല്ലെങ്കിൽ 2008 നടന്ന ഒരു വിഷയത്തിനകത്ത്
ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ നിന്ന് ഒരു സ്പീക്കറിനെ ഇവിടെ കൊണ്ടുവന്നതിന് താല്പര്യമെടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം 2014 താല്പര്യമെടുക്കുന്നു. വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളിലും അതിനുവേണ്ടി ഗവൺമെൻറ് ഇടപെടുകയും മോദി ഇടപെടുകയും അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഇടപെടുകയും ഇവിടുത്തെ വിദേശകാര്യ സംവിധാനങ്ങൾ അതിൻ്റെ പുറകിൽ നിൽക്കുകയും ആ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനെ ഇയാളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 കൊല്ലത്തെ കാര്യം നമ്മൾക്കതിനെ അറിയത്തില്ല. കാരണം നമ്മൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട പ്രമോഷൻ കൊടുത്തു പോകുന്ന ഒരു രീതിയാണ് ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പന്നുൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയെ കൊല്ലും, ഇന്ത്യ വിമാനത്തിന് തീ വെക്കും, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും കത്തിക്കും, വേണ്ടി വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും പല സമയങ്ങളിലായി അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകൾ ഇപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ നമ്മൾ കാണുവാൻ സാധിക്കും. അപ്പോൾ അയാളെ അവിടെ നിർത്തി പറയുകയും അയാളെ അവിടെ നിർത്തി ഇന്ത്യയുടെ ഈ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെതിരെ ഇവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി പോലുള്ള കോടതിയിൽ അയാൾക്ക് ഭീഷണിയുണ്ട്, അതിൻ്റെ ഭാഗം ഇന്ത്യയാണ് അല്ലെങ്കിൽ ഈ വിദേശകാര്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുകയും നമ്മുടെ വിദേശകാര്യമന്ത്രിയും അല്ലെങ്കിൽ ഈ ജയശങ്കറിനെയും പ്രധാനമന്ത്രിയുടെയൊക്കെ പേര് കേസ് കൊടുക്കുകയും വിദേശകാര്യമന്ത്രിയുടെ പേരിൽ ആ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് അയപ്പിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ പേരിൽ ആ അമേരിക്കൻ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് അയപ്പിക്കുന്നതിന് പന്നുവിനെ ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നിലവാര തകർച്ചയിൽ ഇന്ത്യയെ കാണിക്കുന്നതിന് അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ നെറുകയിൽ ചർച്ചയാക്കുന്നതിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു ബൈഡൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്. അതായത് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ മോശമാക്കി കാണിക്കാം, ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് തയ്യാറാവാത്ത ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഇടപെട്ട ഒരു ഭരണാധികാരി എന്ന് വേണമെങ്കിൽ പല ഘട്ടങ്ങളും പറയാം. കാരണം ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പല രീതിയിലും ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തും അല്ലെങ്കിൽ GDPയുടെ ലെവലും ഒക്കെ കൂടുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ട്രംപിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇന്ത്യയുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകുന്നതിന് ട്രംപിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ ആ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യക്ക് സഹായമാകുന്ന രീതിയിലേക്കുള്ള നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ആളായിട്ടാണ് അദ്ദേഹം ഭരിച്ചിരുന്ന 4 കൊല്ലം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള പ്രസ്താവനയും അല്ലെങ്കിൽ അധികാരത്തിന് വന്നതിന് ശേഷം എടുക്കുന്ന നിലപാടുകളും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ്. അപ്പം ഇതിനി അവിടെ ഈ പറയുന്നത് പോലെ ഇപ്പം സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ഒരു കൊടും ഭീകരൻ നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെയും ഞാനീ പറഞ്ഞത് ഇനിയും അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് ഈ ഖാലിസ്ഥാൻവാദികൾ പോലെയുള്ളവരും അല്ലെങ്കിൽ ഭീകരവാദികളുടെയും താവളമാക്കുന്നതിന് ഒരുപക്ഷെ ഈ പറയുന്ന അമേരിക്കയ്ക്കും അമേരിക്കയുടെ ഭാഗമായി നിൽക്കുന്ന കാനഡ പോലുള്ള രാജ്യങ്ങൾക്കും പഴയതുപോലെ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. ഈ പറയുന്ന കാനഡയും അമേരിക്കയും ഒക്കെ ഈ ഖാലിസ്ഥാൻവാദവും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഭീകരരെയൊക്കെ അവരുടെ ഭാഗമാക്കിക്കൊണ്ട് വേണ്ട സമയത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുമൊക്കെ തയ്യാറായിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് സഹായമാകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ട്രംപിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നിലപാട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ലോകത്തുടനീളമുള്ള രാജ്യത്തും അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഭീകരവാദത്തിനെ യാതൊരു രീതിയിലും അംഗീകരിക്കാത്ത ഒരു ഭരണാധികാരിയായിട്ടാണ് ട്രംപിനെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് ഒരു രാജ്യത്തായാലും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മാത്രമല്ല ഒരു രാജ്യത്തും ഭീകരപ്രവർത്തനം അനുവദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഭരണാധികാരിയല്ല. അതേ മാനസികാവസ്ഥയുള്ള ഭരണാധികാരി തന്നെയാണ് ഇന്ത്യയിലും ഉള്ളത്. അപ്പം ഇനിയും ഈ പന്നുനും അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരവാദികളും ഒക്കെ ഇതിന് പുറകെ ക്യൂ ആയിട്ട് ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ഈ കൊടും ഭീകരനെ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ നടത്തി അവന് വേണ്ട ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നു. ഈ ഒരു അല്ലെങ്കിൽ ഈ രീതി കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഞങ്ങളുടെ രാജ്യത്ത് ഈ വന്ന് സ്ഫോടനം നടത്തി എവിടെ ഒളിച്ചിരുന്നാലും അവനെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് നയതന്ത്ര വിജയമാണ്. അത് കാണിച്ചു കൊടുക്കുന്നതിന് മോദിക്ക് സാധിക്കും. പണ്ട് ഉണ്ടായ കളങ്കം ഒരു പരിധിവരെ മറയ്ക്കുന്നതിന് ഈ നടപടി സഹായമാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.